കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന നടപടിയാണ് വിജയ് മല്യയുടെ അറസ്റ്റ്. കിങ് ഓഫ് ഗുഡ് ടൈംസ് അല്ലെങ്കിൽ നല്ല കാലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മല്യയെ വിട്ടുകിട്ടുന്നതിന് ഇന്ത്യ ബ്രിട്ടന് മേൽ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തി വന്നത്. മല്യയ്ക്കെതിരെയുള്ള കുറ്റങ്ങളുടെ ഗുരുതരാവസ്ഥ ബ്രിട്ടനെ അറിയിക്കുന്നതിന് ഇന്ത്യ എല്ലാ നടപടികളും സ്വീകരിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ദിവസങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് അധികൃതരും ആഭ്യന്തര വിദേശ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും ഡൽഹിയിൽ ചർച്ച നടത്തി. വധശിക്ഷ ലഭിക്കേണ്ട കുറ്റമല്ല മല്യയുടേതെന്ന് ഇന്ത്യ ബ്രിട്ടീഷ് അധികൃതരെ അറിയിച്ചു. മല്യയുടെ മറ്റ് മനുഷ്യാവകാശങ്ങളും വിട്ടുകിട്ടിയാൽ സംരക്ഷിക്കുമെന്നും ഇന്ത്യ ഉറപ്പു നൽകി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേയുമായി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഫെബ്രുവരിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലും വിജയ് മല്യയെ വിട്ടുകിട്ടണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. തുടർന്നാണ് മെട്രോപൊളിറ്റൻ പോലീസിന്റെ എക്സ്ട്രഡിഷൻ യൂണിറ്റ് ലണ്ടനിലെ മല്യയുടെ ആഡംബര വസതിയിൽ ഇന്ന് രാവിലെ എത്തിയത്. മല്യയുടെ കിങ്ഫിഷർ എയർലൈൻസ് രാജ്യത്തെ വിവിധ ബാങ്കുകളിൽ നിന്നായി 9,000 കോടി രൂപ വായ്പ എടുത്തിരുന്നു. ഇത് തിരികെ പിടിക്കുന്നതിന് ബാങ്കുകൾ നടപടികൾ തുടങ്ങിയപ്പോൾ മല്യ ലണ്ടനിലേക്ക് കടന്നു. രാജ്യസഭാംഗമായിരുന്നപ്പോഴാണ് മല്യ മുങ്ങിയത്. തുടർന്ന് കേസ് CBIക്ക് കൈമാറുകയായിരുന്നു. വിജയ് മല്യയ്ക്കെതിരെ CBI എൻഫോഴ്സ്മെന്റ് കോടതികൾ ജാമ്യമില്ലാ വാറണ്ടുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി തന്നെ മല്യയെ വിട്ടുകിട്ടുന്നതിന് ഫെബ്രുവരി 8-ന് ഇന്ത്യ ബ്രിട്ടനെ കത്ത് നൽകി. മല്യയ്ക്ക് പുറമെ IPL കമ്മീഷണറായിരുന്ന ലളിത് മോഡി ഉൾപ്പെടെ 18 പേരെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ബ്രിട്ടന് കത്ത് നൽകിയിട്ടുണ്ട്. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.